ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അതായത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിൽ കോന്നിക്കടുത്ത് ഒരു 20 കിലോമീറ്റർ ദൂരെയായി കൊക്കാത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുടിൽ ട്രീ ഹോം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ നേരത്തെയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് എവിടെയാണ് സ്ഥലം, ഇത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ കിട്ടിയ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ നടന്നു വരുന്നത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ആ ഏരിയയിൽ കൂടി നമ്മൾ നടന്ന് വന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ട്രീ ഹോമിലോട്ട് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്നു വരുമ്പോഴത്തേക്ക് ഒരു അരുവിയുണ്ട്. അടിപൊളി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അരുവിയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. മഴ സീസണിലാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇതേപോലെ ഇതിനേക്കാളും ഒന്നുകൂടി കൂടുതൽ അറ്റ്മോസ്ഫിയർ എന്നുവെച്ചാൽ ഭയങ്കര സൗണ്ടായിരിക്കും. ഇപ്പോഴും നല്ല സൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ, അതായത് അരുവിയുടെ സൗണ്ടുള്ള വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇപ്പം നിൽക്കുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിലൂടെ വേണം നമ്മൾ കുടിൽ ട്രീ ഹോമിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ ട്രീ ഹോം. പിന്നെ ഈ ബ്രിഡ്ജിൽ നിന്നിട്ടൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ കാണുന്ന വ്യൂ ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ മെൻ്റലി നമ്മൾ ഭയങ്കര റിലാക്സ് ആയിരിക്കും. കാര്യം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ ആ സൗണ്ടും ആ കിളികളുടെ സൗണ്ടും എന്താ പറയുക, അത് ആ ഒരു നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളം എനിക്ക് വേർഡ്സ് കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന അരുവിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അരുവിയുടെ എത്ര നേരം വേണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ടൈം പോകുന്ന അറിയില്ല. അപ്പോൾ അടിപൊളിയാണ്. ജസ്റ്റ് വരാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കുടിൽ ട്രീ ഹോമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ ഒരു ലേഡിയാണ് ലീസിനെടുത്ത് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. പിന്നെ നിങ്ങൾക്ക് പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും പ്രകൃതിയോട് നന്നായിട്ട് ഇണങ്ങിക്കിടക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ. നമ്മൾ എത്ര ടൈമും നമ്മൾ അവിടെ ഇരുന്നാൽ സമയം പോകുന്ന അറിയില്ല. അതായത് നമ്മൾ മെൻ്റലി നന്നായിട്ട് റിലാക്സ് ആവും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നൈറ്റ്, അതായത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നൈറ്റ് സ്റ്റേ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം കാട്ടിൽ ഒരു നൈറ്റ് സ്റ്റേ അതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പർ ഇതിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് കണ്ടോ, നമ്മളിപ്പോൾ ഈ കുടിലിൽ, അതായത് കുറച്ച് ഹട്ട് ഉണ്ട്, ഇതിൽ 4 ഹട്ടോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഹട്ടിൽ നിൽക്കുന്ന സമയത്തുള്ള വ്യൂസാണ് ഈ കാണുന്നത്. അവിടെ അടിപൊളിയായിട്ട് ബാംബു ട്രീസ് ഉണ്ട്. പിന്നെ ഫുള്ള് ഗ്രീനാണ്. എനിക്ക് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു റിലാക്സാണ്. അത് ആ ഒരു നമുക്കല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ചെടിയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം മെൻ്റലി നമ്മൾ ഹാപ്പി ആയിരിക്കും, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രീനിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ, ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ട്രീ ഹോമിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക. വളരെ ഒരു സിമ്പിൾ വ്ലോഗായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് തിരക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.